പോവുകയാണ്. സൗമേഷ്, 2 തവണ നഷ്ടപ്പെട്ട കിരീട നേട്ടമാണ്. നമ്മൾക്കറിയാം, നമ്മൾ സാധാരണ പറയാറുണ്ട് ഒന്നിൽ പിഴച്ചാൽ മൂന്നാമത് എന്നുള്ളത്. അങ്ങനെ ഒരു നേട്ടം തന്നെയാണ്. ഇന്നത്തെ ആ പെർഫോമൻസ് അടക്കം എങ്ങനെ വിലയിരുത്താം? ഒപ്പം ദക്ഷിണാഫ്രിക്കയെ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ത്യ ക്രിക്കറ്റിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ഇന്ത്യക്ക് അന്യമായി നിന്നിരുന്നത് ഈ വനിതകളുടെ ഒരു ലോകകപ്പ് കിരീടം മാത്രമാണ്. ഇന്ത്യ സ്വപ്നം കണ്ടിരുന്നത് ഈ കനക കിരീടമാണ്. ഇന്ത്യ കനവ് കണ്ടിരുന്നത് ഈ കനക കിരീടമാണ്. ഇത് മാത്രമാണ് ഒന്ന് അന്യമായി നിന്നിരുന്നത്. അതുകൂടി സ്വന്തമാക്കിയിരിക്കുന്നു. വോൾവാർത്തിന്റെ സെഞ്ചുറിയും മതിയാകുന്നില്ല. ഇന്ത്യയുടെ സ്വപ്നക്കൂട് യാഥാർത്ഥ്യമാകുന്നതിന് അതും തടസ്സമായില്ല. ചരിത്രം പിറവിയെടുത്തിരിക്കുന്നു. കലാശപ്പോരിൽ 52 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയത്. 2 തവണ കാലിടറിയ ഇന്ത്യ ഇക്കുറി പതറാതെ പോരാടി കന്നിക്കിരീടം ലക്ഷ്യമെത്തിയ ദക്ഷിണാഫ്രിക്കയെ നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പ് റൗണ്ടിൽ 3 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റ ഇന്ത്യ ഒരുപക്ഷെ സെമിയിലെത്തുമോ എന്ന സംശയം പോലും ആരാധകർക്കുണ്ടായിരുന്നു. ഈ ആരാധകർ സെമിയിൽ ഓസ്ട്രേലിയയുമായിരുന്നു സെമി. ആ സെമിയിൽ ഓസ്ട്രേലിയ എതിരാളിയെ കിട്ടിയപ്പോൾ ആരാധകരുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി. എന്നാൽ സെമിയിൽ അവരെ കരുത്തരായ ഓസ്ട്രേലിയ തകർത്തപ്പോൾ ഇന്ത്യ സ്വപ്നം കാണാൻ തുടങ്ങി. ആരാധകർ സ്വപ്നം കാണാൻ തുടങ്ങി. ഫൈനലിലേക്ക് എത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയായിരുന്നു. ദക്ഷിണാഫ്രിക്കയാണെങ്കിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും യാതൊരു സംശയവും ഉണ്ടായില്ല. ദീപ്തി ശർമ്മയ്ക്ക് സംശയമുണ്ടായില്ല. ഷെഫാലി വർമ്മയ്ക്ക് സംശയമുണ്ടായില്ല. ജമീമ റോഡ്രിഗസിന് സംശയമുണ്ടായില്ല. ഒരു ഒത്തൊരുമിച്ച പ്രകടനം അവർ ആദ്യമായി ഇന്ത്യക്ക് ഒരു കിരീടം നേടിക്കൊടുക്കുകയായിരുന്നു. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 298 റൺസാണ് നേടിയത്. ഒരുപക്ഷെ ആദ്യ ഇന്നിംഗ്സിന് ശേഷം ഒരു സംശയമുണ്ടായിരുന്നു, ഇത് ഒരു മികച്ച സ്കോറാണോ, ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഈ സ്കോർ മതിയാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. ഓപ്പണർ സ്മൃതി മന്ദാന 45 റൺസും ഷെഫാലി വർമ്മ 87 റൺസും എടുത്തു. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ജമീമ റോഡ്രിഗസ് 24 റൺസ് മാത്രമാണ് എടുത്തത്. ഹർമൻപ്രീത് കൗർ 20 റൺസ് മാത്രമാണ് എടുത്തത്. പക്ഷേ പിന്നീട് വന്ന ദീപ്തി ശർമ്മ 58 റൺസോടെ പോരാടി. അമൻജീത് കൗർ 12 റൺസ് എടുത്തു. റിച്ച ഘോഷിന്റെ ഇന്നിംഗ്സ് എടുത്തു പറയേണ്ടതാണ്. അവസാനം 24 പന്തിൽ 2 സിക്സുകളും 3 ഫോറുകളും അടക്കം 34 റൺസ് എടുത്ത റിച്ച ഘോഷാണ് സ്കോർ ഉയർത്തിയത്, 298 എത്തിച്ചത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ തുടക്കം മികച്ചതായിരുന്നു. തുടക്കത്തിലെ ആദ്യം 51 റൺസിലാണ് ആദ്യ വിക്കറ്റ് നഷ്ടമായത്. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ അവർക്ക് പാർട്ട്ണർഷിപ്പുകൾ ഉയർത്താൻ സാധിച്ചില്ല. എന്നാൽ 5-ാം വിക്കറ്റിലാണ് ആ പാർട്ട്ണർഷിപ്പ് ഉയർന്നത്. 5-ാം വിക്കറ്റിലെ പാർട്ട്ണർഷിപ്പിന് ശേഷം ക്യാപ്റ്റൻ വോൾവർത്തിന്റെ സെഞ്ചുറിക്ക് ശേഷം നടന്ന ദീപ്തി ശർമ്മയുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. ആ ദീപ്തി ശർമ്മ 5 വിക്കറ്റ് പ്രകടനത്തോടെ തന്നെ ഇന്ത്യയെ ജയത്തിലെത്തിച്ചിരിക്കുന്നു. ഇന്ത്യയെ കന്നിക്കിരീടം നേടിക്കൊടുത്തിരിക്കുന്നു.